ഫൈറ്റ് ക്ലബ് ഏത് നമ്മുടെ ബ്രാഡ് പിൻ്റെ ഫൈറ്റ് ക്ലബ് അല്ല, ഇത് ലോകേഷ് കനരാജിൻ്റെ പുതിയ പ്രൊഡക്ഷൻ കമ്പനിയായ ജി സ്ക്വാഡ് പ്രൊഡ്യൂസ് ചെയ്ത ഫൈറ്റ് ക്ലബ്ബാണ്. സോ അതന്നെയാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയാം. അതായത് ലോകേഷ് കനരാജിൻ്റെ പുതിയ പ്രൊഡക്ഷൻ കമ്പനിയാണ് ഈ ജി സ്ക്വാഡ് എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ കമ്പനി. സോ ആ ഒരു പ്രൊഡക്ഷൻ കമ്പനി ഫസ്റ്റ് സിനിമയാണ് ഈ ഫൈറ്റ് ക്ലബ് എന്ന് പറയുന്ന സിനിമ. സോ ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ആ ഒരു സിനിമ കാണാൻ തയ്യാറായത്. അല്ലെങ്കിൽ ഈ സിനിമ അത്രയ്ക്കൊരു പബ്ലിസിറ്റി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് പേഴ്സണലി. സോ സിനിമ ഫൈറ്റ് ക്ലബ് എന്ന് പറയുമ്പോൾ തമിഴ്നാട്ടിലെ ഒരു കൂട്ടം ചെറുപ്പക്കാർ, സോ ആ ഒരു കൂട്ടം ചെറുപ്പക്കാരെ ചുറ്റുപാറ്റി നടക്കുന്ന കുറേ ക്രൈം സീൻസും കാര്യങ്ങളിലാണ് ഈ ഒരു സിനിമയിൽ എടുത്ത് കാണിക്കുന്നത്. സോ അതിനകത്ത് നടക്കുന്ന കുറേ ഫൈറ്റ്സും ഇടിയും കാര്യങ്ങളും അങ്ങനെയാണ് ഇതിനകത്ത് കാണിച്ചിട്ടുള്ളത്. സോ സിനിമ ബേസിക്കലി എനിക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ എനിക്കെന്തോ ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടില്ല. സോ അതിനെ കുറച്ച് കാര്യങ്ങളുണ്ട്. സോ സിനിമേൻ്റെ മൂഡ് എന്ന് പറയുന്ന ഡ്രാമ സീസൺ, അതായത് നമ്മളെ മലയാളത്തിലെ തന്നെ അങ്കമാലി ഡയറക്ടറുടെ സിനിമകൾ പലതും കണ്ടിട്ടുണ്ട്. സോ ആ ഒരു സിനിമേൻ്റെ അതേ ഒരു വൈബ് തന്നെയാണ് ഈ സിനിമയിൽ പിടിച്ചിട്ടുള്ളത്. ഏകദേശം പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. സോ ആ ഒരു അങ്കമാലി ഡയറക്ടർ ഉണ്ടാക്കിയ ഒരു ഓളം പോലൊന്നും ഈ ഒരു സിനിമ പേഴ്സണലി എനിക്ക് അങ്ങനെ തോന്നിയില്ല. ഭയങ്കര പ്ലെയിൻ ആയിട്ടുള്ള സ്റ്റോറി ലൈൻ അങ്ങനെയായിട്ടാണ് എടുക്കാൻ ശ്രമിച്ചെങ്കിലും ഒരു ഇമ്പാക്ട്ഫുൾ ഇല്ലാത്ത കാര്യങ്ങളാണ് ഈ സിനിമയിൽ ഫുള്ളായിട്ട് കാണിച്ച പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ ഭയങ്കര പ്ലെയിൻ ആയിട്ടാണ് ഈ സ്റ്റോറി ലൈനിൽ പോകുന്നത്. അധികം ഈ സ്ക്രീൻ പ്ലേ എല്ലാം പറക്കുകയാണ്, ഭയങ്കര ഫാസ്റ്റ് പേസ്. സിനിമ തുടങ്ങുമ്പോൾ തന്നെ അപ്പാടെ സിനിമയിലേക്ക് ചാടി കയറി അങ്ങനെ തന്നെ പോലെയാണ്. സോ അതുകൊണ്ട് ക്യാരക്ടേഴ്സിനെ നമ്മൾ പെട്ടെന്ന് തന്നെ ഗ്രാസ്പ് ചെയ്യണം. ഈ ഒരു ക്യാരക്ടേഴ്സിനെ പെട്ടെന്ന് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാണ് ഇവർ ഓരോ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. സോ ഈ ഒരു സ്ക്രീൻ പ്ലേ പറക്കുമ്പോൾ തന്നെ അവരെപ്പം തന്നെ നമ്മൾ ഓടിയെത്തണം. സോ എന്നാലും സിനിമ കുറച്ചെങ്കിലും ആസ്വദിക്കാൻ കഴിയും. സോ ആ ഒരു മൂഡിൽ കണ്ടാൽ ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാം. പക്ഷേ ഈ സിനിമ എനിക്ക് ഇമ്പാക്ട്ഫുൾ ആയിട്ടില്ലായിരുന്നു. സോ പടം ചർച്ച ചെയ്യുന്ന കുറേ നമ്മൾ മുമ്പ് കണ്ട സിനിമകളും കാര്യങ്ങളും തന്നെയാണ് ഇതിൻ്റെ അകത്തും ചർച്ച ചെയ്യുന്നത്. അതായത് ഭയങ്കര പ്ലെയിൻ ആയിട്ടുള്ള ഈവൻ ഞാൻ പറഞ്ഞ അങ്കമാലി ഡയറീസും പിന്നെ ധനുഷിന് നമ്മളെ വടച്ചിനെ ഒരു സിനിമയും കൂടി ഉണ്ടായിരുന്നു. സോ ആ ഒരു സിനിമയിൽ ഒരു മിക്സ്ഡ് ആയിട്ട് തന്നെ ഈ സിനിമ വരുന്നത്. സോ മുമ്പ് കണ്ട കാര്യങ്ങൾ തന്നെയാണ് ഇതിൻ്റെ അകത്ത് കാണിച്ചിട്ടുള്ളത്. പുതുമയായിട്ട് ഒരു കാര്യങ്ങളും ഇല്ല. ഭയങ്കരധികം റിയലിസ്റ്റിക് ആയിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അത് തന്നെയാണ് സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് എടുത്ത് പറയണം. കാരണം എന്താ വെച്ചാൽ അതായത് ഈ റിയലിസ്റ്റിക് നേച്ചർ എല്ലാവർക്കും പറ്റണമെന്നില്ല. അതായത് അങ്കമാലി ഡയറീസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ളി നമ്മൾ റിയലിസ്റ്റിക് കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. ഇപ്പം ഇടിയും കാര്യങ്ങളാണ് നമുക്ക് അങ്ങനെ തോന്നുന്നുണ്ട്, ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഇതിനകത്തെന്ന് പറയുമ്പോൾ ഫൈറ്റ് സീക്വൻസ് എല്ലാം ഫുള്ളി റിയലിസ്റ്റിക് ആണ്. അതായത് നമ്മൾ ഈ ഒരു പഞ്ച് അടിക്കുന്ന സമയം തന്നെ അത് അങ്ങനെ ഡിഷ് അങ്ങനത്തെ സൗണ്ടൊന്നും വരില്ല. അത് ഭയങ്കര റിയലിസ്റ്റിക് ആണ് ഈവൻ ഫൈറ്റ് സീക്വൻസും കാര്യങ്ങളും. സോ അതൊക്കെ നമുക്ക് എല്ലാവർക്കും ദഹിക്കാൻ കഴിയുമെന്നുള്ളൊരു ഇത്. സോ ബേസിക്കലി എനിക്ക് ആ ഒരു ഫൈറ്റ്സും കാര്യങ്ങളും ദഹിച്ചില്ല, അത് തന്നെയാണ്. സോ ബാക്കിയുള്ളവർക്ക് അങ്ങനെ ആയിരിക്കില്ല, ചിലപ്പോൾ ആ റിയലിസ്റ്റിക് നേച്ചറുള്ള ചിലവർക്കെല്ലാം ഇഷ്ടപ്പെടും. സോ എനിക്ക് അങ്കമാലി ഡയറീസിൽ ഇഷ്ടമായിരുന്നു. പക്ഷേ ഇതിന് ആ ഒരു സിനിമ തുടങ്ങുമ്പോൾ തന്നെ നമുക്കൊരു മോഡിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിച്ചിട്ടില്ല ഈ സിനിമ. സിനിമേൻ്റെ പോക്കും ഇങ്ങനെ കൊണ്ടുതന്നെ ഈ ഫൈറ്റ് സീക്വൻസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇതിലേക്കൊരു ഇമ്പാക്ട്ഫുൾ ഉണ്ടാക്കാൻ ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടില്ലാണെന്ന് എനിക്ക് പറയാനുള്ളത്. സോ അങ്ങനെ തന്നെയാണ്. പിന്നെ കുറേയധികം കാര്യങ്ങൾ ഇതിനകത്ത് കാണിക്കണം. ഞാൻ ക്രൈം സിറ്റുവേഷൻസും കാര്യങ്ങൾ, ഡ്രഗ്സ്, ആൽക്കഹോൾ, അങ്ങനത്തെ കുറേയധികം കാര്യങ്ങളാണ് ഇതിനകത്ത് ചർച്ച ചെയ്ത് പോകുന്നത്. നമ്മൾ ലോകേഷ് കനരാജിൻ്റെ മുന്നത്തെ പടങ്ങൾ പോലെ തന്നെ അതും ഈ സബ്ജക്റ്റ് തന്നെയാണ് ഇതിനകത്തും പറഞ്ഞു പോകുന്നത് ചില സ്ഥലത്തും. പക്ഷെ അതെല്ലാം ഒരു സൈഡാക്കിയ പോലെയാണ് ഇതിനകത്ത് കാണിച്ചിട്ടുള്ളത്. അതിനെക്കൊണ്ട് പ്രത്യേക ഒരു ഉപയോഗം ഈ ഒരു സിനിമയ്ക്ക് ഉണ്ടായോ എന്ന് ചോദിച്ചാൽ ഇല്ലാന്ന് തന്നെ പറയുന്നത്. കുറേയധികം മെസ്സേജസും കാര്യങ്ങളും ഈ സിനിമയിലൂടെ പിടിക്കാൻ ശ്രമിക്കുന്ന പോലെ എനിക്ക് തോന്നി. സോ അതൊരു നല്ല രീതിക്ക് കൺവേ ചെയ്തില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതായത് കുറേ എന്തെല്ലോ ഒരു സിനിമയിലൂടെ പറയാൻ ശ്രമിച്ചു, പക്ഷെ പറ്റിയില്ല. അങ്ങനത്തെ ഒരു ഫീലിംഗ് ഈ സിനിമയിലൂടെ എനിക്കെന്തോ ഉണ്ടായി. സോ അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ്. പിന്നെ കാര്യത്തിനകത്ത് കുറേ എലമെൻറ്റ്സ് ഉണ്ട്. നമ്മൾ മുമ്പത്തെ സിനിമ ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. അതായത് കൂട്ടം ചെറുപ്പക്കാരാണ്. അപ്പോൾ കോളേജ് പ്ലസ് ടു നടക്കുമ്പോൾ തന്നെ പ്രേമം കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ടാവുമല്ലോ. അതൊക്കെ ഈ സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ സിനിമയിൽ പ്രേമം കാര്യങ്ങൾ വരുമ്പം നമ്മൾ ബേസിക്കലി വിചാരിക്കുമ്പോൾ ഓക്കെ ആ ഒരു ഫീമെയിൽ ക്യാരക്ടറിനെ നമുക്ക് ആ ഒരു സിനിമയിൽ പിന്നെയും കാണാൻ സാധിക്കുമെന്നല്ല വിചാരിക്കും. പക്ഷേ ആ ഒരു ലവ് സ്റ്റോറിയും കാര്യങ്ങളിലും പിന്നെ ഈ സിനിമ മുന്നോട്ട് പോകുമ്പോൾ ഇല്ലാണ്ടാവുക തന്നെയാണ് ചെയ്യുന്നത്. അതായത് എന്തിനാണ് ലവ് സ്റ്റോറി കാണിച്ചതെന്ന് വരെ നമുക്ക് മനസ്സിലാവില്ല. അങ്ങനത്തെ ഇതിലേക്കെല്ലാം കുറേ കാര്യങ്ങൾ ഇതിനകത്ത് വെറുതെ കുത്തിയിറച്ച് കൊണ്ടുപോകുന്നുണ്ട്. സോ ഈ സിനിമേൻ്റെ പോസിറ്റീവ് സൈഡിലേക്ക് വന്നാൽ എനിക്ക് പോസിറ്റീവ് സൈഡിൽ എഴുതാൻ തോന്നിയാൽ ഇതിൻ്റെ അകത്തൊരു വില്ലൻ ഉണ്ട്. അത് 2 വില്ലൻ ഉണ്ട് എന്നാണ് പറയാം. ആ 2 വില്ലന് ഒരു ആർക്ക് ഉണ്ട് ഈ സിനിമയിൽ എടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഫസ്റ്റ് തൊട്ട് ആ ഒരു വില്ലനെ കൊണ്ടുവന്നിട്ട് ഡെവലപ്പ് ചെയ്ത് ഈവൻ ആ സിനിമയിൽ എന്തുവരെ കൊണ്ടുപോയിട്ടുള്ള ഗംഭീര സാധനം ഉണ്ടായിരുന്നു. സോ ഇതിനകത്ത് നമുക്ക് ആ ഒരു മെയിൻ പ്രൊട്ടോഗണിസ്റ്റിന് കിട്ടിയ ഒരു ഡെവലപ്മെൻറ്റും കാര്യങ്ങളും വരെ ആ വില്ലനെ ലെവൽ വെച്ച് നോക്കുമ്പോൾ ഒന്നും അല്ലാണ്ടാണ്. അതാണ് ഈ സിനിമേൻ്റെ വില്ലൻ ഗംഭീരമായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈവൻ പ്രൊട്ടാഗണിസ്റ്റിന് വരെ നമുക്ക് അങ്ങനെ ഫീൽ ആവില്ല. അങ്ങനത്തെ ഒരു രീതിയിലാണ് ഈ സിനിമ മേക്ക് ചെയ്ത് വെച്ച പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തെ പോസിറ്റീവ് പറഞ്ഞാൽ ലോകേഷ് കനരാജിൻ്റെ ജി സ്ക്വാഡ് എന്ന് പറഞ്ഞ പുതിയ പ്രൊഡക്ഷൻ കമ്പനിയുടെ ഫിലിമാണ്. സോ അതിൻ്റെ ഒരു ടൈറ്റിൽ കാർഡ് ഫസ്റ്റ് തന്നെ കാണിക്കേണ്ടത്. അതൊരു ഗംഭീര ടൈറ്റിൽ കാർഡായിരുന്നു, കിടിലൻ സാധനം. പിന്നെ നമുക്ക് LC വല്ല ഓർമ്മ വരും, അങ്ങനത്തെ രീതിയിലേക്കാണ് ഇത് വെച്ചിട്ടുള്ളത്. പിന്നെ ഈ സിനിമയെ കുറിച്ച് പറയാന്ന് വെച്ചാൽ ഈ സിനിമയുടെ സെൻസറിങ്ങിനെ പറ്റിയാണ്. ഈ സിനിമ K സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയത്. ഈ സിനിമ K സർട്ടിഫിക്കറ്റ് കിട്ടിയത് എന്താണെന്നുള്ള ആകാംക്ഷ എനിക്ക് ഈ സിനിമ കാണുമ്പോൾ ഉണ്ടായിരുന്നു. സോ സിനിമ ഇങ്ങനെ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് അല്ലെങ്കിൽ ഒരേ പേസ് തന്നെയാണ് പോയത്. ഈ ഫൈറ്റ് സീക്വൻസും കാര്യങ്ങളും വരുമ്പോൾ തന്നെ ഈ ബ്ലഡും വയലൻസും കാര്യങ്ങളെല്ലാം ഭയങ്കര ലോ തന്നെയായിരുന്നു. ഭയങ്കര റിയലിസ്റ്റിക് ആണല്ലോ.
സോ അങ്ങനെയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പം തന്നെ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ എ സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള ഒരു കാര്യം ഈ സിനിമയിൽ കാണിച്ചിട്ടില്ലല്ലോ. പക്ഷേ ക്ലൈമാക്സ് പോർഷൻ, ഈ സിനിമയുടെ ക്ലൈമാക്സ് പോർഷനിലേക്കെല്ലാം വരുമ്പോൾ ഒരു പോർഷൻ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു എ സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള. സോ അപ്പം എനിക്ക് മനസ്സിലായി ഓക്കെ ഈ ഒരു സീനിന് വേണ്ടിയിട്ടായിരിക്കാം മേ ബി ഈ സർട്ടിഫിക്കറ്റ് കിട്ടുക. പക്ഷേ ഈ ഒരു സീനിന് വേണ്ടിയിട്ട് മാത്രം ഈ എ സർട്ടിഫിക്കറ്റ് കൊടുത്ത പോലെ എനിക്ക് തോന്നി, ഒരു പെർട്ടിക്കുലർ ഒരു പോർഷന് വേണ്ടി മാത്രം. സോ അത് മേ ബി അത് കട്ടാക്കിയിട്ട് ഇവർക്ക് യു എ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട ഒരു ഇത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. സോ ആ ഒരു പോർഷന് വേണ്ടി മാത്രം എ സർട്ടിഫിക്കറ്റ് കൊടുത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. സോ പടം ഇങ്ങനെ പോകും, അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല, ചിലർക്ക് ഇഷ്ടപ്പെടാം. എനിക്ക് പേഴ്സണലി അത് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഭയങ്കര ബോറടി കഴിഞ്ഞു സിനിമ. എനിക്ക് ചില സ്ഥലത്തെല്ലാം ഉറക്കം വരെ വന്നു. സോ അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ പടം ജനുവരി 27 Disney+ ഹോട്ട്സ്റ്റാറിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. സോ തിയേറ്ററിൽ ഞാൻ മിസ്സാക്കിയ ഒരു പടം തന്നെയാണ്. സോ അങ്ങനെ എന്തായാലും കണ്ടുനോക്കുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ അടുത്ത വീഡിയോ വീണ്ടും കാണാം. നന്ദി.